HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. Shivagiri HS Radio. എല്ലാ FM ശ്രോതാക്കൾക്കും ശിവഗിരി HS റേഡിയോയുടെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി, അനന്യ സന്ദീപ്, നേഹ ഫാത്തിമ, അനാമിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. കേരളം ഇനി കേരളം. ഹോർമൂസിൽ പൂർണ്ണ നിയന്ത്രണം പ്രഖ്യാപിച്ച് ഇറാൻ. അർജന്റീന വരില്ല, കേന്ദ്ര ഏജൻസികൾ വരുമെന്ന അന്നേ മുന്നറിയിപ്പ്. രാജ്യസഭയിൽ ആഞ്ഞടിച്ച് ഖർഗെ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. കേരളം ഇനി കേരളം. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കാനുള്ള ബില്ല് രാജ്യസഭയും പാസാക്കി. തുടരെയുള്ള ബഹളങ്ങൾക്കിടയിലായിരുന്നു രാജ്യസഭയിൽ ബിൽ പാസാക്കിയത്. അമിത്ഷാ എവിടെയെന്ന JB മേത്തറുടെ ചോദ്യം, C സദാനന്ദന്റെ പ്രസംഗത്തിലെ സവർക്കർ പരാമർശം, കേരളത്തിൽ ജീനയുടെ ലിങ്ക് ഭരണത്തിന്റെ ഭാഗമാണെന്ന് BJP അംഗം സുധാംശു ത്രിവേദിയുടെ പരാമർശം എന്നിവ വൻ പ്രതിഷേധത്തിന് ഇടയാക്കി. BJP MP സുഷ്മിത് ദേവ് ലുങ്കിവാല എന്ന് വിളിച്ചത് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ഉന്നയിച്ചതും നാടകീയ രംഗങ്ങൾക്കിടയാക്കി. ഹോർമൂസിൽ പൂർണ്ണ നിയന്ത്രണം പ്രഖ്യാപിച്ച് ഇറാൻ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ കൈകളിലാണെന്ന് ഇറാൻ. ഹോർമൂസ് കടലിടുക്കിന്മേൽ US-ന് 100% നിയന്ത്രണമുണ്ട് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ടാണ് ഇറാന്റെ പ്രതികരണം. US-ന്റെ അവകാശവാദങ്ങൾ തികച്ചും വ്യാജമാണെന്ന് ഇറാൻ കേന്ദ്ര സൈനിക കമാൻഡ് വക്താവ് എബ്രാഹിം സോൾഫ്ഗാരി വ്യക്തമാക്കി. ഇറാന്റെ കൃത്യമായ നിരീക്ഷണവും അനുമതിയും കൂടാതെ ഒരു വാണിജ്യ കപ്പലിനോ എണ്ണ ടാങ്കറിനോ ജലപാതയിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അർജന്റീന വരില്ല, കേന്ദ്ര ഏജൻസികൾ വരുമെന്ന അന്നേ മുന്നറിയിപ്പ്. സ്പോൺസറെ നിശ്ചയിച്ചത് പോലീസ് റിപ്പോർട്ട് അവഗണിച്ച്. അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതിന് കഴിഞ്ഞ സർക്കാർ സ്പോൺസറെ നിശ്ചയിച്ചത് പോലീസ് നൽകിയ വിശദമായ റിപ്പോർട്ട് അവഗണിച്ച്. സ്പോൺസറായി മാറ്റുന്ന പലരെയും സമീപിച്ചിട്ടും ഫലം കാണാതെ വന്ന സമയത്താണ് സ്പോൺസർഷിപ്പ് വാഗ്ദാനവുമായി സ്വകാര്യ കമ്പനി മുന്നോട്ട് വന്നത്. സ്പോൺസറുടെ പശ്ചാത്തലം വിവരിച്ച് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ഇവരാരുമായുള്ള പങ്കാളിത്തം സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉയരാൻ കാരണമായെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് സംബന്ധിച്ച് അന്നത്തെ ആഭ്യന്തര സെക്രട്ടറിയുടെ അഭിപ്രായവും സർക്കാർ നിരാകരിച്ചു എന്നാണ് സൂചന. സ്പോൺസർ കമ്പനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരുന്ന വിവിധ കേസുകളുടെ വിവരങ്ങൾ പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതെല്ലാം അവഗണിച്ച് സ്പോൺസറുമായി കൈകോർത്ത് സർക്കാരും മന്ത്രി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനു ശേഷവും പലതവണ വിഷയം വിവാദമായപ്പോഴും രഹസ്യാന്വേഷണ വിഭാഗം സർക്കാരിനും വിവരം നൽകിയിരുന്നു. ഫിഫയുടെ അനുമതി കിട്ടുന്നതിന് മുൻപ് മെസ്സിയും അർജന്റീനയും കേരളത്തിലേക്ക് വരുമെന്ന തരത്തിൽ പ്രചരണം നടത്തിയത് സർക്കാരിന് നാണക്കേടുണ്ടാക്കുമെന്നും പോലീസ് അറിയിച്ചിരുന്നു. ടീം വരാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് പോലീസ് റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജ്യസഭയിൽ ആഞ്ഞടിച്ച് ഖർഗെ. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ 8-ന് പ്രസംഗിച്ച രാംലീല മൈതാന വേദിയിൽ ശുചികലക്ഷം പട്ടികജാതിക്കാരുടെ തൊട്ടുകൂടായ്മ മൂലം BJP-കാരനാണ് ഇത് ചെയ്തതെന്ന് രാജ്യസഭയിൽ ഖർഗെ ആരോപിച്ചതോടെ ഭരണപക്ഷം പ്രതിരോധത്തിലായി. തന്നെ തൊട്ടുകൂടാത്തവനായി കണ്ടുകൊണ്ടുള്ള ശുദ്ധീകരണം അപമാനിക്കലാണെന്ന് ഖർഗെ പറഞ്ഞതോടെ പ്രതിപക്ഷ നിര ഒന്നടങ്കം BJP-ക്കെതിരെ ശബ്ദമുയർത്തി. മഴക്കെടുതി ധനസഹായം.
സംസ്ഥാനത്തെ മഴക്കെടുതിയും പ്രളയവും നേരിടുന്നതിനും ദുരിതബാധിതർക്ക് അടിയന്തര ആശ്വാസം ഉറപ്പാക്കുന്നതിനുമായി സുപ്രധാന തീരുമാനങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രളയത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം വീടും ഉപജീവനവും നഷ്ടപ്പെട്ടവർക്ക് പ്രത്യേക സഹായ പദ്ധതികളും സംസ്ഥാനത്ത് AI അധിഷ്ഠിത ഡാം മാനേജ്മെന്റ്, ഫ്ലഡ് മാപ്പിംഗ് സംവിധാനവും ഉൾപ്പെടെയുള്ള സമഗ്ര ദുരിത നിവാരണ നടപടികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ജീവൻ നഷ്ടമായ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശിയും ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ R. രാജേഷിന് സംസ്ഥാനം ബഹുമതി നൽകാനും അദ്ദേഹത്തിന്റെ പൂർത്തിയാകാത്ത വീട് സർക്കാർ നിർമ്മിച്ചു നൽകാനും തീരുമാനിച്ചു. പ്രളയത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് SDRF, CMDRF, PMRF എന്നിവയിൽ നിന്നായി 8 ലക്ഷം രൂപ വീതം ധനസഹായവും നൽകും. എയിംസ് പോർട്ടൽ തകരാറിൽ ദുരിതക്കയത്തിൽ കർഷകർ. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വിളകൾ പൂർണ്ണമായി നശിച്ച് കണ്ണീരിലായ കർഷകർക്ക് കനത്ത ആഘാതമായി എയിംസ് പോർട്ടൽ തകരാറിലായി. പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരത്തിന് വിള ഇൻഷുറൻസിനുമായി അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് കർഷകരാണ് നെട്ടോട്ടമോടുന്നത്. നിലവിലുണ്ടായിരുന്ന എയിംസ് 1.0 പോർട്ടൽ ഫലപ്രദമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സാങ്കേതിക നവീകരണം നടത്തി എയിംസ് 2.0 അവതരിപ്പിച്ചത്. എന്നാൽ സോഫ്റ്റ്വെയർ പരിഷ്കാരം വരുന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മുതൽ സെർവർ പൂർണ്ണമായി പ്രവർത്തനരഹിതമായിരിക്കുന്നു. പോർട്ടൽ തകരാറിലാണെന്നറിയാതെ അപേക്ഷ രജിസ്റ്ററിനായി മണിക്കൂറോളമാണ് കർഷകർ അക്ഷയ സെന്ററുകളിലും കൃഷിഭവനിലും കാത്തിരുന്നത്. പോലീസ് സേവനങ്ങൾ കൂടുതൽ ജനസൗഹൃദമാക്കുന്നതിനായി മൈം പോലീസ് സ്റ്റേഷൻ പദ്ധതി നടപ്പാക്കുന്ന നടപടികൾ സംസ്ഥാന തലസ്ഥാനം പുരോഗമിക്കുകയാണ്. ഇതിനൊപ്പം പോലീസ് സ്റ്റേഷനുകളും പ്രവർത്തന രീതിയിലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സേവനം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. KSRTC ബസ്സിൽ നിന്ന് വിദ്യാർത്ഥി വീണ് പരിക്കേറ്റു. കല്ലറയിൽ KSRTC ബസ്സിൽ നിന്ന് റോഡിലേക്ക് തെറിച്ച് വീണ പോളിടെക്നിക് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കല്ലറ താമസനഗരിയിൽ അല്ലമീനാണ് പരിക്കേറ്റത്. വെഞ്ഞാറമൂട് സ്വകാര്യ പോളിടെക്നിക് 2ാം വർഷ വിദ്യാർത്ഥിയാണ്. രാവിലെ 9-ന് പഴയചന്ത ജംഗ്ഷനിലായിരുന്നു അപകടം. വെഞ്ഞാറമൂട്ടിലേക്ക് പോയ പ്രിയദർശിനി ബസ്സിന്റെ പിറകു വാതിൽ തുറന്ന് വിദ്യാർത്ഥി റോഡിലേക്ക് തെറിച്ച് വീണത്. ബസ്സിൽ തിരക്കതിനാൽ ബസ്സിന്റെ വാതിൽ സമീപം നിൽക്കുകയായിരുന്നു വിദ്യാർത്ഥി. ഹോർമൂസ് അടഞ്ഞാൽ ലോകത്തിലെ എണ്ണയുടെയും ഗ്യാസിന്റെയും 1/5 കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതയാണ് ഇറാനും ഒമാനും UAEക്കും ഇടയിലുള്ള ഹോർമൂസ് കടലിടുക്ക്. US-ഉം ഇസ്രയേലും ഇറാനെതിരെ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഈ പാത അടഞ്ഞ മട്ടാണ്. ഹോർമൂസ് അടഞ്ഞാൽ ലോകത്തെ എണ്ണവില കുതിക്കും. ഇന്ത്യയുടെ 40% എണ്ണയും ഈ വഴി വരുന്നതാണ്. അതുകൊണ്ട് കേരളത്തിലും പെട്രോൾ, ഡീസൽ വില കൂടാനും ഗൾഫിൽ നിന്നുള്ള ചരക്ക് കപ്പലുകൾ വൈകാനും സാധ്യതയുണ്ട്. US സെൻട്രൽ കമാൻഡ് പറയുന്നു, കടലിടുക്ക് തുറന്നിട്ടുണ്ട്, ഗതാഗതം നടക്കുന്നുണ്ട് എന്ന്. പക്ഷേ കപ്പൽ ട്രാക്കിംഗ് ഡാറ്റ പറയുന്നത് നേരെ തിരിച്ചാണ്. ഗതാഗതം ഏതാണ്ട് നിലച്ചു എന്ന്. അടുത്ത ആഴ്ച US പുതിയ ഉപരോധം പ്രഖ്യാപിച്ചാൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന് വിദഗ്ധർ പറയുന്നത്. യുവാക്കൾ രാജ്യത്തിന്റെ സ്വത്ത്. പരീക്ഷകൾ പരിഷ്കരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു, യുവാക്കളാണ് രാജ്യത്തിന്റെ സമ്പത്തെന്നും വിദ്യാർത്ഥികൾക്ക് നീതിയുക്തവും സുരക്ഷിതവുമായ പരീക്ഷകൾ ലഭിക്കുമെന്നും ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യയുടെ ഭാവി സൃഷ്ടിക്കുന്നവരാണ് വിദ്യാർത്ഥികൾ. ദേശീയ സുരക്ഷയ്ക്ക് സർക്കാരും സമൂഹവും ഐക്യത്തോടെ നിലനിൽക്കേണ്ടത് ആവശ്യകത പോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ വർത്തമാനവും ഭാവിയും സുരക്ഷിതമാക്കുന്നത് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഒരുപോലെ ആവശ്യമാണ്. പരീക്ഷകൾ മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സമഗ്ര നടപടികളാണ് സ്വീകരിക്കുന്നത്. പൊതുപരീക്ഷകളിൽ ക്രമക്കേടുകൾ പൂർണ്ണമായും തടഞ്ഞ് പരീക്ഷാ സമ്പ്രദായം കൂടുതൽ സുതാര്യവും സുരക്ഷിതവും വിശ്വാസയോഗ്യവുമാക്കുകയാണ് പരിഷ്കാരങ്ങളുടെ ലക്ഷ്യം, രാഷ്ട്രപതി പറഞ്ഞു. നഗരത്തിലെ ഗതാഗതത്തിൽ നീതി തടസ്സം. ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം നഗരത്തിലെ ചില പ്രധാന റോഡുകളിൽ ഗതാഗതക്കുരുക്കും വാഹനങ്ങളും മന്ദഗതിയിലുള്ള നീക്കവും അനുഭവപ്പെട്ടു. വെള്ളക്കെട്ട് രൂപപ്പെട്ട പ്രദേശങ്ങളിൽ ശുചീകരണവും വെള്ളം ഒഴുക്കിവിടാനുള്ള നടപടികളും നഗരസഭയുടെ നേതൃത്വത്തിൽ തുടരുകയാണ്.
അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും വാഹനമോടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പാലിക്കാനും അധികൃതർ അറിയിച്ചു. ബൈക്ക് അപകടം, പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി നെയ്യാറ്റിൻകര പെഴുമ്പുറൂർ വനദുർഗക്ഷേത്രത്തിന് സമീപം വടക്കേ അണിയത്ര പുത്തൻ വീട്ടിൽ AJ അരുൺജിത്ത് മരിച്ചു. അജിത് കുമാറിൻ്റെയും ജയലക്ഷ്മിയുടെയും മകനാണ്. ബാലരാമപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 4:30 തിരുപ്പുറം ജംഗ്ഷനിലായിരുന്നു അപകടം. നെയ്യാറ്റിൻകരയിൽ നിന്ന് പൂവാർ ദിശയിലേക്ക് വരികയായിരുന്ന അരുൺജിത്തിനെ എതിർദിശയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അരുണിനെ നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. കേരളം ഇനി കേരളം. ഹോർമൂസിൽ പൂർണ്ണ നിയന്ത്രണം പ്രഖ്യാപിച്ച് ഇറാൻ. അർജന്റീന വരില്ല, കേന്ദ്ര ഏജൻസികൾ വരുമെന്ന അന്നേ മുന്നറിയിപ്പ്. രാജ്യസഭയിൽ ആഞ്ഞടിച്ച് ഖർഗെ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. ശരി ഉത്തരം ആരുമില്ല. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. മാർത്തോമ സഭ പരമാധ്യക്ഷനാര്? ഉത്തരം തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. കോൺഗ്രസ് അധ്യക്ഷനാര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയൊരാഴ്ചയിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ, ശിവഗിരി HS റേഡിയോ.